എന്നാലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ മാന്യൻ നമ്മളെയാണല്ലോ മച്ചമ്പി. ആ മാന്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്താടാ? ആ മാന്യൻ എൻ്റെ ഭാഷയുടെ സൗകുമാര്യത്തെക്കുറിച്ച് ഇവിടെ വലിയ ഒരു പ്രസംഗം നടത്തിയല്ലോ. അദ്ദേഹം എന്നെ ഉപദേശിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന്. പ്രിയപ്പെട്ട മാന്യ, മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ നിന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. ആ ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവുണ്ടല്ലോ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചത്. എന്താ ഉറക്കം വരുന്നു? രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിന്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങളുടെ തന്നെ സംഘടനയാണ്. കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് ആ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ കൊണ്ടുപോയി വാഴ വെച്ചത് SFI ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കേണ്ട. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഇനി രണ്ടാമത്തത് ക്രിസ്ത്യൻ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തോട് മറുപടി പറയുന്നുണ്ട്. ആ പറഞ്ഞിട്ടുള്ളതുമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്കമാലിയിലെ വെടിവെപ്പ് മറന്നുപോയോ? 7 പേരെയല്ലേ EMSന്റെ സർക്കാർ വെടിവെച്ചു വന്നത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അങ്കമാലി കല്ലറയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ചു വന്ന 7 ക്രൈസ്തവ സഹോദരങ്ങളുടെ ഭൗതിക ശരീരം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാര്യങ്ങൾ? ഇനി എനിക്കറിയില്ല. നിങ്ങൾ തകർത്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി കയറി തല്ലി തകർത്തത് ആരാണ്? ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് മിഷണറിമാർക്ക് രക്ഷകനായി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ഏത് പിണറായി വിജയൻ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയനോ? എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ. ആ പിണറായി വിജയനാണോ ക്രിസ്ത്യാനികളെ രക്ഷകനായി മാറാൻ പോകുന്നത്? നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. സോവിയറ്റ് യൂണിയനിൽ പള്ളികൾ മുഴുവൻ പിടിച്ചിട്ട് നിങ്ങൾ മ്യൂസിയങ്ങളായിട്ടില്ലേ? ആ സോവിയറ്റ് യൂണിയനിൽ ബൈബിൾ നിരോധിച്ചില്ലേ? ബൈബിൾ പോലും നിങ്ങൾ നിരോധിച്ചില്ലേ? സോവിയറ്റ് യൂണിയനിൽ ക്രിസ്ത്യാനികളുടെ കുട്ടികളെ എത്തിയിസ്റ്റുകളാക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക പരിപാടി തുടങ്ങിയില്ലേ? ഏത് ഗതികെട്ടവനെ ശകനം കണ്ടുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളിൽ മുഴുവൻ ക്രൈസ്തവതയ്ക്കെതിരായി സഭകൾക്കെതിരായി ക്രൂരമായ ആക്രമണം നടന്നില്ലേ? ഒരു 20 മില്യൺ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ പേരിൽ?